ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഞണ്ട് കറി ആയിട്ടാണ്. ഒരു ഈസി ആയിട്ടുള്ള ഒരു ഞണ്ട് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നമുക്ക് പോയി നോക്കാം കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നെയ്ച്ചോറിൻ്റെ കൂടെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞണ്ട് ക്ലീനാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ സൈസ് ഞണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തിട്ടൊന്നുമില്ല. കുറച്ച് കാലൊക്കെ എടുത്തിട്ടുള്ളൂ, വലിയ കാല്. ഞണ്ട് ഇതുപോലെ ഫുള്ളായിട്ട് തന്നെ ഉണ്ട്. നല്ലപോലെ വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ആദ്യം തന്നെ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നല്ലപോലെ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ചൂടാകട്ടെ. നല്ലപോലെ ചൂടാകുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു 1/2 സ്പൂണോളം ഉലുവ പൊട്ടിക്കുന്നുണ്ട്. പൊട്ടുമ്പോൾ അതിലേക്ക് ഒരു ഉള്ളി ചെറുതായിട്ട് മുറിച്ചതും പച്ചമുളകും കറിവേപ്പിലയും കൂടി നല്ലപോലെ വഴറ്റിയെടുക്കുക. ചെറിയ ഉള്ളിയാണെങ്കിൽ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ഞാൻ വലുത് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാനുണ്ട്. നമ്മളെ ഉള്ളി നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നല്ലതുപോലെ വാട്ടിയെടുക്കാം. അപ്പോൾ നമ്മളെ വെളുത്തുള്ളി ഇഞ്ചിയും നല്ലപോലെ മൂത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു വലിയൊരു തക്കാളി നീളത്തിൽ അരിഞ്ഞിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം, എന്നിട്ട് മൂടിക്കൊടുക്കാം. ഈ തക്കാളി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് മസാല എടുത്ത് വെക്കാം. മസാല ഞാൻ കൂടുതലായിട്ടൊന്നും ചേർക്കുന്നില്ല. മല്ലിയും മുളകും മഞ്ഞളും എടുക്കുന്നുള്ളൂ. അപ്പോൾ അതിന് 1.5 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി. ഇതിന് ഞാനൊരു കുണ്ടുള്ള പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളത് കേട്ടോ. ഈ മസാല നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഒരു 2-3 സ്പൂണ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ ഞാൻ. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഈ മസാല ഈ തക്കാളീൻ്റെ കൂട്ടിലേക്ക് ഈ മസാല നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ മസാലക്കൂട്ട് ഒരു 2-3 മിനിറ്റ് വരെ നമുക്കിതുപോലെ വാട്ടിയെടുക്കാം. അതിന് ശേഷം നമ്മൾ ഞണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഞണ്ടിലേക്ക് നമുക്ക് ഈ മസാല നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലോണം മിക്സായതിൻ്റെ ശേഷമാണ് ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളത്, തണുത്തതല്ല. ഒരു 2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒരു 15 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചാൽ മതി. ഞാൻ ആ മസാലയുള്ള പാത്രത്തിൽ വെച്ചിട്ട് തന്നെ വെള്ളം ഒഴിക്കുന്നുള്ളത് കേട്ടോ. നമുക്കിനി ഒരു 15 മിനിറ്റ് ഇത് മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്.
അങ്ങനെ നമ്മളെ കറി റെഡിയായി വന്നിട്ടുണ്ട്. 15 മിനിറ്റിന് ശേഷം ഞാൻ നോക്കുമ്പോൾ നല്ലപോലെ കറിയെല്ലാം ഒരു പാകത്തിനുള്ള ചാറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ നെയ്ച്ചോറിൻ്റെ കൂടെയാണ് ഈ കറി ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു അത്യാവശ്യം ചാറ് ഞാൻ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ കറി ഓഫ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി മേലെ കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ എല്ലാവരും തയ്യാറാക്കുക. എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. താങ്ക് യു.